വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇപ്പൊ ക്രിസ്മസ് സീസൺ ഒക്കെ അല്ലേ വരാൻ പോകുന്നത്. അപ്പൊ ഞാൻ ഇന്നലെ കടയിൽ പോയപ്പോ നല്ലൊരു ബ്രൗണി വാങ്ങിച്ചായിരുന്നു. അപ്പൊ അവിടെയാണെങ്കിൽ ഫുൾ നമ്മുടെ ക്രിസ്മസ് അടുക്കാറായതുകൊണ്ട് തന്നെ നല്ല നമ്മുടെ പ്ലം കേക്കും ക്യാരറ്റ് കേക്കും ഒക്കെ ഫുള്ളായി നിറഞ്ഞിരിക്കായിരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചെന്നാ പിന്നെ ഒരു ബ്രൗണിയും നമ്മുടെ ക്യാരറ്റ് കേക്കും വാങ്ങിക്കാണ്. അപ്പൊ ഞാൻ ഇന്ന് ബ്രൗണി വെച്ചിട്ട് ബ്രൗണി വിത്ത് ചോക്ലേറ്റും പിന്നെ നമ്മുടെ ക്യാരറ്റ് കേക്ക് വെച്ചിട്ട് ക്യാരറ്റ് കേക്ക് വിത്ത് ക്യാരമൽ ഐസ്ക്രീമും ഈ രണ്ട് റെസിപ്പീസ് ആണ് ഞാൻ ഇന്ന് റെഡിയാക്കാൻ പോകുന്നത്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. വളരെ സിമ്പിൾ റെസിപ്പിയാണ് ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. ഇതിനാകെ ജസ്റ്റ് 2 സ്റ്റെപ്പ് അത്രയൊക്കെ ഉള്ളൂ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ നമുക്കിനി കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ ഗൈസ്, നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താ വെച്ചാൽ ഞാനിപ്പോ ഇവിടെ കാരമൽ സോസ് ഉണ്ടാക്കാൻ പോവാണ്. അപ്പൊ കാരമൽ സോസ് ഉണ്ടാക്കാൻ വേണ്ടി ഒരു പാൻ ഞാനിപ്പോ ഇവിടെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് 1 കപ്പ് ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമുക്കിത് നന്നായി ഒന്ന് സ്റ്റിർ ചെയ്ത് കാരമലൈസ് ചെയ്തെടുക്കാം. കാരമല് കരിയാതെ നോക്കണം. കാരമല് കരിഞ്ഞു പോവാൻ പിന്നെ ആ ഒരു കയ്പിന്റെ ആ ഒരു ചൊയ ഉണ്ടാവും. അപ്പൊ ഗൈസ്, നമ്മുടെ ഷുഗർ സിറപ്പ് ഇവിടെ കാരമലൈസ് ആയി വരുന്നുണ്ട്. ഇനി ഇതൊന്ന് കാരമലൈസ് ആയി വന്ന് ആ ഒരു ടൈമില് നമുക്ക് ഇതിൽ കുറച്ച് ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കാനുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കാം. ശരിക്കും ഇതിനേക്കാള് കുറച്ചുകൂടെ ബട്ടർ വേണം. ബട്ട് ഞാൻ കടയിൽ പോയപ്പോ ബട്ടർ വാങ്ങിക്കാൻ മറന്നുപോയി. ഇതിലേക്ക് ഇപ്പൊ ബട്ടർ ആഡ് ചെയ്തിട്ടുണ്ട്. നമുക്കിത് നന്നായി ഒന്ന് സ്റ്റിർ ചെയ്ത് കൊടുക്കാം. അപ്പൊ ഗൈസ്, ഇനിയിപ്പോ ഈ ബട്ടറൊക്കെ എല്ലായിടത്തും ഒന്ന് ഇതായി വരുന്ന ആ ഒരു ടൈമില് നമുക്ക് ഇതിലേക്ക് ഒരു 1/4 കപ്പ് ഫ്രഷ് ക്രീം ചേർത്ത് കൊടുക്കാം. അപ്പൊ ഗൈസ്, നമ്മുടെ ബട്ടറൊക്കെ ഒന്ന് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ ഫ്രഷ് ക്രീം ആഡ് ചെയ്ത് കൊടുക്കാം. ഫ്രഷ് ക്രീം ആഡ് ചെയ്ത് നമുക്ക് നന്നായി മിക്സ് ചെയ്യാം. അപ്പൊ ഗൈസ്, നമ്മുടെ കാരമൽ സോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിപ്പോ റെഡി അടിപൊളി വന്നിട്ടുണ്ട്. നമുക്ക് ഇത് മാറ്റി വെക്കാം. അപ്പൊ ഗൈസ്, ഇനി നമ്മൾ നമ്മുടെ ബ്രൗണി ചോക്ലേറ്റിന് വേണ്ടിയിട്ട് നമ്മുടെ ചോക്ലേറ്റ് ഫഡ്ജ് സോസ് ഉണ്ടാക്കാൻ പോവാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 1/4 കപ്പ് പാൽ ആഡ് ചെയ്ത് കൊടുക്കാം. പാത്രം ഓൺ ചെയ്യാതെയാണ് ഇപ്പൊ പാല് ആഡ് ചെയ്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ഒരു 2 സ്പൂണ് നമ്മുടെ കൊക്കോ പൗഡർ ആണ് ആഡ് ചെയ്യുന്നത്. അപ്പൊ ഇതിലേക്ക് നമ്മൾ 2 സ്പൂൺ കൊക്കോ പൗഡർ ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നന്നായി സ്റ്റിർ ചെയ്ത് ഈ കൊക്കോ പൗഡർ പാലും നന്നായി മിക്സ് ആക്കി എടുക്കാം. അപ്പൊ ഗൈസ്, നമ്മുടെ കൊക്കോ പൗഡർ ഇപ്പൊ പാല് നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ സ്റ്റൗ ഓൺ ആക്കാം. ഇനി ഇതൊന്ന് തിളച്ചു വരുമ്പോ ഇതിലേക്ക് നമ്മൾ 1 കപ്പ് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കും. അപ്പൊ ഗൈസ്, നമ്മുടെ ഇതിപ്പോ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് 1 കപ്പ് ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇതിന്റെ കൂടെ കുറച്ച് വെനില എസൻസ് ആഡ് ചെയ്തിട്ടുണ്ട്. നമുക്കിതൊന്ന് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പൊ ഗൈസ്, നമ്മുടെ ചോക്ലേറ്റ് ഫഡ്ജ് സോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് മാറ്റി വെക്കാം. അപ്പൊ ഗൈസ്, നമ്മുടെ കാരമൽ സോസ് നമ്മുടെ ചോക്ലേറ്റ് ഫഡ്ജ് ഇവിടെ അടിപൊളി സെറ്റായി റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഫസ്റ്റ് തന്നെ നമുക്ക് നമ്മുടെ ക്യാരറ്റ് കേക്ക് വിത്ത് കാരമൽ ഐസ്ക്രീം റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ ഒരു പ്ലേറ്റ് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ കാരമൽ സോസ് ഒഴിച്ചു കൊടുക്കാൻ പോവാണ്.
നമ്മുടെ കാരമൽ സോസ് ഇപ്പൊ ഇവിടെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന്റെ മുകളിൽ ഒരു പീസ് ക്യാരറ്റ് കേക്ക് വെച്ച് കൊടുക്കാം. നമ്മൾ ക്യാരറ്റ് കേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന്റെ മുകളിൽ കുറച്ചുകൂടി കാരമൽ സോസ് ഇട്ട് കൊടുക്കാം. നമ്മൾ കാരമൽ സോസ് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഇതില് ഐസ്ക്രീം ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഞാൻ വെനില ഐസ്ക്രീം ആണ് യൂസ് ചെയ്യുന്നത്. ഒരു കപ്പ് ഐസ്ക്രീമിന്റെ ആ ഒരു സെയിം അളവിലാണ് ഇപ്പൊ ഞാൻ ആഡ് ചെയ്തത്. നമുക്കൊരു ഡിസൈൻ ഇതിന്റെ മുകളിൽ ചോക്ലേറ്റ് സോസ് ഒഴിച്ചു കൊടുക്കാം. അപ്പൊ നമ്മൾ ഇതിന്റെ മുകളിൽ ഇപ്പൊ ചോക്ലേറ്റ് സോസ് ഇപ്പൊ ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ നെക്സ്റ്റ് ആയിട്ട് നമ്മുടെ ബ്രൗണി വിത്ത് നമ്മുടെ ചോക്ലേറ്റ് റെഡിയാക്കാം. അപ്പൊ നമ്മുടെ ബ്രൗണി വിത്ത് ചോക്ലേറ്റ് റെഡിയാക്കാൻ നമ്മൾ നേരത്തെ ചെയ്ത അതേ ഫോർമാറ്റ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഫസ്റ്റ് തന്നെ നമ്മുടെ ആ ഒരു ചോക്ലേറ്റ് ഇത് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ ബ്രൗണി വെച്ച് കൊടുക്കാം. അപ്പൊ നമ്മൾ ബ്രൗണി വെച്ചിട്ട് അതിന്റെ മുകളിൽ കുറച്ചുകൂടെ നമ്മുടെ ചോക്ലേറ്റ് ഫഡ് സോസ് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഞാൻ ആഡ് ചെയ്യുന്നത് ചോക്ലേറ്റ് ഐസ്ക്രീം ആണ്. നല്ല അമൂലിന്റെ അടിപൊളി ചോക്ലേറ്റ് ഐസ്ക്രീം ആട്ടോ ഞാനിപ്പോ ഇതിൽ ആഡ് ചെയ്യുന്നത്. നമുക്കൊരു ഡിസൈനിന് വേണ്ടി നമ്മുടെ ചോക്ലേറ്റ് സോസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിന്റെ മുകളിൽ കുറച്ച് നമ്മുടെ കാഷ്യൂ ജസ്റ്റ് ഒന്ന് ഡിസൈനിന് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഗൈസ് ഇനി നമുക്ക് നമ്മുടെ ടേസ്റ്റിംഗിലേക്ക് കടക്കാം. അത് നമ്മൾ ഫസ്റ്റ് ക്യാരറ്റ് കേക്ക് വിത്ത് കാരമൽ ഐസ്ക്രീം തന്നെ ഇതാക്കിയത് കൊണ്ട് നമുക്ക് ഫസ്റ്റ് തന്നെ ഇതിലേക്ക് തന്നെ കടക്കാം. അപ്പോൾ നമുക്ക് ആ ഒരു ഐസ്ക്രീമും ആ ഒരു ക്യാരറ്റ് കേക്കും പിന്നെ ആ ഒരു സോസ് ഒക്കെ എടുത്ത് നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ആ വെനില ഐസ്ക്രീമും മിക്സ് ആവുണ്ടല്ലോ ഒരു സെറ്റ് ടേസ്റ്റ്. സ്വീറ്റ്നെസ് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് എന്തായാലും മസ്റ്റ് ട്രൈ ഐറ്റം തന്നെയാണ്. ആ ഒരു കാരമൽ ആ സോസിന്റെ ടേസ്റ്റ് നിങ്ങൾക്ക് ആർക്കും പ്രത്യേകിച്ച് പറഞ്ഞേണ്ട ആവശ്യമില്ല. ആ ഒരു ഫ്രഷ് ക്രീമും അതൊക്കെ ഇട്ട് ഒരു ഭയങ്കര ഒരു അടിപൊളി ടേസ്റ്റ് ആണോ സെറ്റ് സാധനം തന്നെയാണ് കേട്ടോ. ആ ക്യാരറ്റ് കേക്കിന്റെയും വെനില ഐസ്ക്രീമിന്റെ കോമ്പിനേഷൻ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ല ടേസ്റ്റ് ഉണ്ട് അത് അങ്ങനെ കഴിക്കാൻ വേണ്ടി. അപ്പൊ ഗൈസ് നമുക്ക് നമ്മുടെ നെക്സ്റ്റ് ഐറ്റം ബ്രൗണി വിത്ത് ചോക്ലേറ്റ് ട്രൈ ചെയ്ത് നോക്കാം. അത് നമ്മൾ കാണാനിത് നല്ല ലുക്ക് ഉണ്ട്. ഇനി ഇതിന്റെ ടേസ്റ്റ് എങ്ങനെയാ ഞാൻ ട്രൈ ചെയ്ത് പറഞ്ഞു. ഒരു ചോക്ലേറ്റ് ഐസ്ക്രീമും ആ ബ്രൗണിയും പിന്നെ ആ ഒരു സിറപ്പൊക്കെ എടുത്ത് നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. സിറപ്പ് അടിപൊളി എന്ന് തന്നെ പറയാൻ പറ്റും. ഭയങ്കര ഒരു പ്യുവർ ചോക്ലേറ്റിന്റെ ഒരു ടേസ്റ്റ് ആണ് ആ സിറപ്പിന്. ഐസ്ക്രീമിന്റെ കാര്യം പ്രത്യേകിച്ച് ആരോട് പറയണ്ടല്ലോ. ബ്രൗണി ഉണ്ടല്ലോ കുറച്ച് ഹാർഡാണ് ബട്ട് ഇറ്റ്സ് വാസ് സൂട്ട് യമ്മി എന്ന് തന്നെ പറയാൻ പറ്റും. അപ്പൊ എല്ലാവർക്കും ഈ ഒരു 2 ഡിഷ് ഇഷ്ടമായി ഞാൻ വിചാരിക്കുന്നു. പിന്നെ അല്ല ക്രിസ്മസ് ഒക്കെ ആയതുകൊണ്ട് തന്നെ എല്ലാ വീട്ടിലും ഈ ബ്രൗണിയും ക്യാരറ്റ് കേക്ക് ഒക്കെ ഐസ്ക്രീം ഒക്കെ ഉണ്ടാവും ഞാൻ വിചാരിക്കുന്നു. അപ്പൊ ഇതെന്തായാലും നിങ്ങൾ വാങ്ങിക്കുന്ന സമയത്ത് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. സ്വീറ്റ്നെസ് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഭയങ്കരമായിട്ട് അടിപൊളിയായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു ഡിഷ് തന്നെയാണിത്. നമ്മുടെ ഈ ബ്രൗണി വിത്ത് ചോക്ലേറ്റിന് ആ ചോക്ലേറ്റിന്റെ നാച്ചുറൽ ഫ്ലേവർ ഒക്കെ വന്ന ഒരു രക്ഷ ഉണ്ടായില്ല. പിന്നെ ഇതിന്റെ ആണെങ്കിൽ കാരമൽ ഉണ്ടല്ലോ അടിപൊളിയാണ്, അടിപൊളി. പിന്നെ ആ ക്യാരറ്റ് കേക്കും വെനില ഐസ്ക്രീം ഒക്കെ വരുമ്പോ ഉണ്ടല്ലോ ഒരു സെറ്റ് ആയിരുന്നു. അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.